ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഏവർക്കും എൻ്റെ ചാനലായ SSK ചന്ദ്രകാന്തത്തിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ എസ് കുറുപ്പ്. ഇപ്പോൾ നിൽക്കുന്നത് തെന്മലയ്ക്കടുത്ത് നെടുമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി കണ്ടതുകൊണ്ടാണ് ഇവിടം ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നിയത്. അപ്പോൾ ഇത്തരം മനോഹരമായ പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് തെന്മലയ്ക്ക് അടുത്ത് ഉള്ള ഒരു സ്ഥലമാണ്. ഇതൊക്കെ വന്ന് കാണാൻ വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി പിന്നാലെ. ഓക്കെ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, പ്രത്യേക കൃഷി രീതി ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. കണ്ടോ, കൈതച്ചക്ക കൃഷി ചെയ്തിരിക്കുന്നത് വളരെ കലാപരമായി, ഡിസൈൻ അട്രാക്റ്റീവായിട്ട്. അന്നേരം ഈ ഡിസൈൻ ഇല്ലാതെയും കൃഷി ചെയ്യാം, പക്ഷേ അത് കലാകാരന്മാരാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ പകുതി ഭാഗം വേറൊരു വിഭാഗത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഹാരിസൺ, സാമി എസ്റ്റേറ്റുകൾ ഒക്കെ പൊതുവെ ഇവിടെ ഉള്ള എസ്റ്റേറ്റുകൾ, അവരുടെയൊക്കെ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് അത്രയും മനോഹരമായതുകൊണ്ട് ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചതാണ്. റബ്ബർ എസ്റ്റേറ്റുണ്ട്, ടാപ്പിങ് നടക്കുന്നു. അപ്പോൾ വളരെ സ്വച്ഛമായ പ്രകൃതിയിൽ, രാവിലെ അതിമനോഹരമായ പ്രകൃതിയും മന്ദമാരുതനും ഒക്കെ ഉള്ള ഈ സന്ദർഭത്തിൽ വളരെ സുന്ദരമായ കാഴ്ചകളും കൂടിയാണ് കാണുന്നത്. മലയുടെ ഇടയിലൂടെ സൂര്യൻ ഉദിച്ചുയരാൻ തുടങ്ങുകയാണ്. ഇവിടെ ഉദിക്കാൻ കുറച്ച് മലയായതുകൊണ്ട് ഒരല്പം താമസമെടുക്കും എന്ന് നമ്മുടെ സുഹൃത്ത് രാജേഷ് ജി നേരത്തെ പറയുകയുണ്ടായി. ഓക്കെ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എത്രയും മനോഹരമായ ഒരു ദൃശ്യം കാണിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ നിർത്തി ഇത് കാണിക്കുന്നത്. കണ്ടോ, അതിമനോഹരമായ കാഴ്ച. സൂര്യൻ ഉദിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. മലയുടെ മുകളിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും സൂര്യൻ്റെ വെളിച്ചം വീണ് തിളങ്ങുന്ന ഗിരിശിഖരങ്ങൾ, മലയുടെ മുകൾ ഭാഗങ്ങൾ കാണുന്നു. അത് എത്ര മനോഹരമാണ് എന്ന് നോക്കുക. സുഹൃത്തുക്കളെ, അപ്പോൾ എൻ്റെ കാറ് കൈഗർ CVT ആണ് അവിടെ കിടക്കുന്നത്. ഇത് പരിചയപ്പെടുത്തിയ രാജേഷ് സാറിന് പ്രത്യേകം നന്ദി. സാറ് കാറിനകത്തിരിക്കുകയാണ്. സാറ് നല്ല ഫോട്ടോഗ്രാഫിക് സെൻസുള്ള ആളാണ്. സാറ് ഓരോ സ്ഥലത്തും നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ പറയുന്നുണ്ട്. സാറിൻ്റെ മകൾ ഉറക്കമാണ് കാറിനകത്ത്. സൈഡിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. വളരെ സ്വച്ഛമായ കണ്ണാടി പോലെയുള്ള ജലം ആണ് ഒഴുകുന്നത്. ഈ മലകളിൽ നിന്നൊക്കെ ഉത്ഭവിച്ചു വരുന്ന പൊല്യൂഷൻ ഇല്ലാത്ത ജലമാണ്. സൂര്യൻ ഇനി ഏത് നിമിഷവും മലയുടെ മുകളിൽ പ്രത്യക്ഷപ്പെടാം, ഉദിക്കാം എന്നർത്ഥം. പക്ഷേ വെളിച്ചം വീണ് തിളങ്ങുന്ന ഗിരിശിഖരങ്ങൾ അതിമനോഹരമായി കാണപ്പെടുന്നു. ഓക്കെ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അതിമനോഹരമായ ഒരു വ്യൂ പോയിൻറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ
തേയില ആണെന്നാണ് തോന്നുന്നത്. തേയില ഇടയ്ക്ക് വലിയ മരങ്ങളുമുണ്ട്. കുറേ ഹെയർ പിന്നുകൾ കടന്ന് മുകളിൽ അത്യാവശ്യം ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ചിത്രീകരിക്കുന്നത്. അതാ അതിമനോഹരമായ കാഴ്ച. അത് നമ്മുടെ കാറ്. രാജേഷ് ജി അകത്തുണ്ട്. നമ്മുടെ പൊന്നു എന്നറിയപ്പെടുന്ന ദേവു അകത്തുണ്ട്. ഉണർന്നില്ല എന്ന് തോന്നുന്നു. ഉണർന്നു എങ്കിലും പിന്നെയും അത് ഉറങ്ങിക്കോട്ടെ. ഇനി വേണ്ട, നമ്മൾ അടുത്ത ഭാഗത്ത് ദേവുവിനെ പരിചയപ്പെടുത്താം. ഉറക്കമൊക്കെ ഓ ഗംഭീര കൊക്കയാണ്. അപ്പോൾ അതിമനോഹരമായ സ്ഥലമാണ്. ഒന്ന് ഉണർന്ന് വന്നിട്ടുണ്ട്, എങ്കിലും കുറച്ചുകൂടെ ഒന്ന് ശരിയാവാനുണ്ട്. ഇനി നമ്മൾ നിർത്തുന്ന സമയത്ത് പൊന്നു ഇറങ്ങി വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ ഹിൽ ടോപ്പിലുള്ള അതിമനോഹരമായ ഒരു സ്ഥലം. ഈ സൈഡിൽ നിൽക്കുന്നത് ഗ്രാമ്പു ആണല്ലേ, മെത്താപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. അതിമനോഹരമായ സ്ഥലം. ഗ്രാമ്പു തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ ഒരു കൊച്ചു കൂട്ടുകാരിയെ പരിചയപ്പെടുത്താം. സാക്ഷാൽ പൊന്നു എന്നറിയപ്പെടുന്ന ദേവു. അപ്പോൾ പൊന്നു എന്ന് വിളിക്കുന്നതാണ് ദേവുവിന് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. 2 ബലൂണും ഒക്കെ വാങ്ങി കഴിഞ്ഞപ്പോൾ പോയി ഇപ്പോൾ എടുത്തുകൊണ്ട് വരാൻ പോവുകയാണ്. അത് പുള്ളിക്കാരി വളരെ എനർജറ്റിക്കായി, സന്തോഷവതിയായി. അത് സൂപ്പർ സാധനം കണ്ടാ. അതിൽ എന്തൊക്കെയോ മിനുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാത്തത് പുള്ളിക്കാരിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഇന്ന് രാവിലെ നല്ല പാട്ടുമൊക്കെ പാടിത്തന്ന് നല്ലൊരു പാട്ടുകാരിയാണ്, നല്ലൊരു കലാകാരിയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവു, പൊന്നു എന്ന് വിളിക്കുന്നതാണ് ദേവുവിന് ഇഷ്ടം. ദേവു മക്കളെ, നീ ഇവിടെ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? നിനക്ക് ഈ സ്ഥലത്തെപ്പറ്റി എന്താ പറയാനുള്ളത്? നല്ല സ്ഥലമാണോ അതോ മോശം സ്ഥലമാണോ? നല്ല സ്ഥലം. അപ്പോൾ അതാണ് ആ കുട്ടിക്ക് ഇതിൽ താല്പര്യമുണ്ട്. എന്നോട് ഇറങ്ങിയ ഉടനെ പറഞ്ഞു, അങ്കിൾ ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൊന്നുവിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതെടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനിത് പൊന്നുവിനെ ഏൽപ്പിക്കും. ഇനി എടുക്കാൻ പോകുന്നത് മൊത്തം പൊന്നുമാണ്. ഓക്കെ, നില്ല് തരാം. റെക്കോർഡാണ്. നീ എന്തെങ്കിലും പറഞ്ഞാൽ അതും കിട്ടും. ഹലോ, നമസ്കാരം. നമ്മളെ വീഡിയോഗ്രാഫർ എന്ന് പറയുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ പൊന്നുവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പൊന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അവൾ മിടുക്കിയാണ്. ചെറിയ കുട്ടി ആണെങ്കിലും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വളരെ സമർത്ഥയായ ഒരു ഫോട്ടോഗ്രാഫറാണ്. വീഡിയോ കൈകാര്യം ചെയ്ത്
പൊന്നുവിൻ്റെ പുറകെ നിൽക്കുന്ന ആരാണെന്ന് നോക്കൂ. അത് പൊന്നുവിൻ്റെ ഫാദറാണ്. അങ്ങോട്ട് വിടി, അങ്ങോട്ട് വിടി. ആ അങ്ങോട്ട് വിടി. വേണ്ട, എല്ലാ കാര്യങ്ങളും മേപ്പോട്ടൊക്കെ ഇറങ്ങി പിടി, മേപ്പോട്ട് പിടി, എല്ലാം കാണട്ടെ. അങ്ങോട്ട് അങ്ങോട്ട് ആ സൈഡ് മേപ്പോട്ടൊക്കെ പിടി. ആ ഓക്കെ, ശരി. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പൊന്നു എടുത്തത്. ഹലോ, അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഒരു മനോഹരമായ കാഴ്ച അതാ കാണിച്ചു തരാം. ഇതാ ആരാണ് വരുന്നത് എന്ന് നോക്കൂ. നമ്മുടെ സുപ്രസിദ്ധനായ മയിൽ, നമ്മുടെ ദേശീയ പക്ഷി, അതാ ഐശ്വര്യമായിട്ട് നമ്മുടെ മേൽക്കൂരയിൽ ഇരിക്കുന്നു. പുള്ളിക്കാരന് യാതൊരു ടെൻഷനുമില്ല. ആ, പെണ്ണല്ല മക്കളെ, ആണോ? ആ, എന്താ? ആ ശരിയാ ശരിയാ ശരിയാ, പെണ്ണ് തന്നെ. ആ, കൊച്ചിന് നമ്മളെക്കാളും അറിയാം. ആ, അപ്പോൾ അതാണ്, അതിന് ഒരു ടെൻഷനുമില്ലാതെ കൂളായിട്ട് അതാ പോകുന്നു. ഇത്ര അടുത്ത് ഇത് കാണുക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ മാത്രം. ആ പോകുന്നു. നമ്മുടെ കോഴികൾ പോലും ഇത്ര അടുത്ത് വരില്ല. ആ, വളരെ കൂളായിട്ട് വന്ന് നിൽക്കുന്നു. ഞാൻ അതിനെ ഒന്നുകൂടെ നല്ല രീതി എടുക്കട്ടെ. ഒയ്യടാ, എടാ അത് ഒരു പോകുന്നില്ല മക്കളെ, അത് പോകുന്നൊന്നുമില്ല. ആ, അപ്പം ഇത് കാണിച്ചു തന്ന പൊന്നുവിന് വളരെ വളരെ നന്ദി. അത് പോക്കളയും, അത് അവിടെ നിൽക്കട്ടെ. കാണിച്ചു തന്ന പൊന്നുവിന് വളരെ വളരെ നന്ദി. ഇത് പൊന്നുമാണ്. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് പൊന്നു ആ ജനലിൽ കൂടി കണ്ട് ഇതിനെ മനസ്സിലാക്കി. അങ്കിളെ അതാ പോകുന്നു ഒരു മയില് എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നു പൊന്നു. അപ്പം പൊന്നു ആരാണെന്ന് ചോദിച്ചാൽ അതാ നിൽക്കുന്നു അദ്ദേഹം. അപ്പം പൊന്നു കാണിച്ചു തന്ന മയില് കൂളായിട്ട് നടന്ന്. മക്കൾ പറ. ആ പൊന്നുൻ്റെ ഡാൻസ് ഒന്ന് ആ. അപ്പം അതാണ് പൊന്നു ഇതിൻ്റെ കാണിച്ചു തന്ന. നമ്മുടെ ഓടിക്കണ്ട ഓടിക്കണ്ട ഓടിക്കണ്ട, ഓടിച്ചാലോ പോവുകയൊന്നുമില്ല. SSK ചന്ദ്രകാന്തം. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ സുഹൃത്ത് മയിൽ അവിടെ നിൽക്കുന്നുണ്ട്. മയിൽ പിന്നെ കാണിച്ചു തന്ന പൊന്നു അതാ വരുന്നു. മക്കൾ നല്ലൊരു പേര് കണ്ട് പറ. നീ പറയുന്ന പേര് ദിയ. അയ്യാ, സൂപ്പർ പേര്. നമ്മളെ പൊന്നു ഇട്ടിരിക്കുന്നത് ദിയ എന്ന് പറയുന്ന പേരാണ് മയിലിന് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം, അത് ദിയ, അത് യോജിക്കുന്ന ഒരു പേര് തന്നെയാണ്. അപ്പം നമുക്ക് അതിനെ ദിയ എന്ന് വിളിക്കാം. ദിയ എന്ന് പറയുന്ന മയിലാണ് നിൽക്കുന്നത്. മക്കളെ അങ്ങോട്ട് പോകണ്ടാവോ, അത് പൊക്കളയണ്ട. ആ, നീ അവിടെ നിന്നോ. ആ, അല്ലെങ്കിൽ പോയിക്കോ. ആ, മയിൽ അത് വളരെ കൂളായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കോഴി പോലും ഇത്ര സൗഹാർദ്ദത്തോടു കൂടി വന്ന് നിൽക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടാ. പോകുന്നൊന്നുമില്ല, ഒരു ഭയങ്കര അത്ഭുതം തന്നെ. ഇങ്ങനെ മയിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ഇത്ര അടുത്തായിട്ട് മയിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കാണാൻ പറ്റുള്ളൂ. ക്ലോസപ്പ് പോരെങ്കിൽ. അപ്പോൾ നമ്മുടെ ദിയ അങ്ങനെ മന്ദം മന്ദം നടക്കുകയാണ്. ദിയ ആരാണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, മയിൽ. അതിൻ്റെ പേരാണ് ദിയ. പേരിട്ട് കൊടുത്തത് പൊന്നു. ആ, ഇതിൽ കൂടി എന്ത് വേണം? ഇത്ര നല്ല രീതിയിൽ ഒരു മയിലിനെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോഴിയെപ്പോലും ഇത്ര ക്ലോസപ്പിൽ കിട്ടത്തില്ല. ആ പൊന്നു പേരിട്ട് കൊടുത്തിരിക്കുന്ന ദിയ എന്ന് ആ മയിലിന്. അതിനെ ഇങ്ങനെ വിളിക്കുകയാണ്.
ആ കുട്ടി വിളിക്കുമ്പോൾ അത് വരുന്നുണ്ട്, എന്തോ ബിസ്ക്കറ്റോ എന്തോ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ മുകളിൽ വളരെ മനോഹരമായി ചായക്കടയും അതുമായി ബന്ധപ്പെട്ട ചില ചെറുകിട വ്യാപാരമൊക്കെ നടത്തുന്ന പിന്നെ ആളാണ്. ഇവിടെ നല്ല ചായയും ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ ദോശയും എല്ലാ സംഗതികളും കിട്ടും. വളരെ നല്ല രീതിയിൽ നല്ല ചായയായിരുന്നു. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ മയിൽ വന്നത്. അപ്പോൾ ആ കട നടത്തുന്ന ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്താണ്? കറുപ്പസ്വാമി. അപ്പോൾ കറുപ്പസ്വാമി എന്ന് പേരുള്ള ചേട്ടൻ നല്ല രീതിയിൽ കട നടത്തുന്നു. അപ്പോൾ ഇത് ഇനി വികസിച്ച് വരും. അപ്പോൾ കുറേ കൂടി വികസിച്ച് നല്ല ഒരു കച്ചവടത്തിൻ്റെ കേന്ദ്രമാവാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു കടയാണ്. ചേട്ടൻ നല്ല രീതിയിൽ കട നടത്തുന്നുണ്ട്. ചായ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ദോശ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ കറുപ്പസ്വാമി ചേട്ടനെ പരിചയപ്പെട്ടതിൽ വളരെ വളരെ സന്തോഷം. ചേട്ടന് എന്താണ് ഈ നാട്ടിനെ പറ്റി പറയാനുള്ളത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. ഇവിടെയോ? ആ, ഈ മയിലൊക്കെ ഇങ്ങനെ വരാറുണ്ട് അല്ലേ? ഇവിടെ കൊണ്ട് വളർത്തിയതാ. അത് ശരി, ധാരാളം ഉണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടോ? ശല്യം അത് വലിയ പ്രശ്നക്കാരനാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതോ ഉപദ്രവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരു പട്ടിയെ പുലി പിടിച്ചോണ്ട് പോയി. ഓ, പുലിയുടെ പ്രശ്നമുണ്ട്. പുലിയൊക്കെ ഉണ്ട്, പിന്നെ കാണാനില്ല കൂടുതലും. ഇല്ല. അതാണ് ഈ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നമാണത്. നാട്ടുകാരുടെ പ്രശ്നം. ആനെന്ന് പറഞ്ഞാൽ ആനയുടെ കേന്ദ്രമാണ്. പൊതുവെ എല്ലായിടത്തും പ്രശ്നമാണ്. ചേച്ചിയുടെ പേരെന്താണ്? സുധ. ചേട്ടൻ്റെ പേരോ? ചെല്ലതുറ. ഓക്കെ ചേട്ടാ. അപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചതിൽ വളരെ വളരെ നന്ദി. ഓക്കെ, ബൈ. ഹലോ. അപ്പോൾ പൊന്നു കൊടുക്കുന്നത് എന്താണെന്ന് നോക്കിക്കൊള്ളണം. അത് വേണ്ട, മയിൽ കൊത്തി തിന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. പൊന്നുമായിട്ട് നല്ല ഇണക്കമാണ്. പൊന്നുവിനെ കണ്ടിട്ട്, അതിനെ സംബന്ധിച്ച് പൊന്നുവിനെ കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. മയിൽ വളരെ വളരെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഇവിടെ ധാരാളം ഉണ്ട് സംഭവം. അതാ മയിൽ. 3 4 ധാരാളം ഉണ്ട്. കൈ കിട്ടിയാൽ കൊള്ളായിരുന്നു. പക്ഷെ കൈ കിട്ടൂലല്ലോ. കൈ കിട്ടലൊന്നും നടക്കൂല. നില്ലടാ, അത് പോകൂടാ അതിന്റെ പാട്ടിന്. അപ്പോൾ സുഹൃത്തുക്കളെ, അത്യുഗ്രൻ വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നമ്മുടെ പൊന്നുവിന് പോലും സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കുട്ടി ഇതിലെ നല്ല സ്പീഡിന് ഓടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഭയം. ഞങ്ങൾ പറഞ്ഞ് അപ്പം നല്ലൊരു കമൻറ്റ് പൊന്നു പാസ്സാക്കി. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെന്തായാലും വരുന്നില്ല, നിങ്ങൾ പേടിത്തൊണ്ടന്മാർ, അത് തന്നെ അതിൻ്റെ കാര്യം, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പൊന്നു ഒരു കമൻറ്റും പാസ്സാക്കി. അത് വളരെ കറക്റ്റായിരുന്നു സംഗതി. അപ്പോൾ മിഠായിയൊക്കെ വാങ്ങിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. പാട്ടൊക്കെ പാടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാടി തന്നതാണ്. അതുകൊണ്ട് ഇനി പൊന്നിന് തോന്നണം, അതൊക്കെ അപ്പോൾ കിട്ടുമ്പോൾ എടുത്തത് തന്നെ. അതല്ലാതെ നിങ്ങൾ പറയുന്ന സമയത്ത് പാടാനും ഡാൻസിനും ഒന്നും പൊന്നുവിനെ കിട്ടൂല. വേണ്ട, അത് നമ്മൾ പറഞ്ഞാൽ അത്ര പൊന്നുവിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കടുവ ആണ് പൊന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന മാന്യദേഹമാണ് പൊന്നു. അപ്പോൾ അപ്പോൾ ഇന്നലെ പൊന്നു
ഒന്ന് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ദേവു എന്നാണ് പേര്. ഇന്ന് ഒറ്റയടിക്ക് കടുവയായി മാറി. അത് അത്യുഗ്രൻ, നല്ല അത്യുഗ്രൻ വ്യൂ പോയിൻ്റാണ്. ഇനി ഇത്തരത്തിലൊരു വ്യൂ പോയിൻ്റ് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ മേല. കുഴപ്പമില്ല മക്കളെ, ഞാൻ അങ്കിള് നോക്കിക്കോളും. നിങ്ങൾ പിള്ളേർ നിൽക്കും പോലെയല്ല, നമ്മൾ അത് നോക്കി നിൽക്കും. മക്കൾ വരണ്ട കേട്ടാ. എല്ലാം എടുക്കാം, എല്ലാം എടുക്കാം. അല്ലോ, അഗാധമായ കുഴിയാണ്. അപ്പം കൊച്ച് പറയുന്നു എന്നോട്, അങ്കിളെ അങ്ങോട്ട് പോകണ്ട, ഡേഞ്ചറാണ് എന്ന് കൊച്ച് നമുക്കൊരു മുന്നറിയിപ്പ് തന്നു. കൊച്ചിന് നമ്മളോട് നല്ല സ്നേഹമുള്ള ഒരു കൊച്ചാണത്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയണത്. അതിമനോഹരമായ കാഴ്ച, അത്യുഗ്രൻ കാഴ്ച. നമ്മളെ കൊടൈക്കനാലിലെ ടീ ഫാക്ടറി, ടീ ഫാക്ടറിയാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു ടീ. മെത്താപ്പ് എന്ന് പറയുന്ന സ്ഥലം, മെത്താപ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ ടീ ഫാക്ടറിയാണ്. അതൊന്ന് വലുതാക്കി കാണിക്കാൻ നമുക്കൊന്ന് നോക്കാം. അതാണ് ടീ ഫാക്ടറി. അപ്പോൾ മക്കളെ ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ പൊന്നു എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുന്ന നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന വന്നിരിക്കുകയാണ്. അതാണ് പൊന്നുവിൻ്റെ കലാപരിപാടി. അത് ഒരു പ്രത്യേകതരം ഡാൻസാണ്. ഇത് കണ്ടുപിടിച്ചത് പൊന്നു തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലാതെ ഇത് ലോകത്ത് വേറെ എവിടെ പോയാലും ഇത് കാണാൻ പറ്റത്തില്ല. കോറിയോഗ്രാഫി ബൈ പൊന്നു. പുതിയ പേരിട്ടിരിക്കുന്ന കടുവ എന്നും പറയാം. എന്ത് വേണോ നമ്മൾ ഏറ്റ്. പൊന്നുണ്ട്, ദേവുണ്ട്, കല്യാണി കൊള്ളാം. എനിക്ക് ഇതാ അത് തന്നെ പൊന്നു 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 അത് തന്നെ നല്ലത്. അത് തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ബൈ ബൈ ബൈ. ഓ സീ യു. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ ഈ പോകുന്ന വഴിക്കുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണ് കാണുന്നത്. ഉണ്ടോ, പാറപ്പുറത്ത് ചാടിക്കേറി വളരെ എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന മാന്യദേഹം ഇവിടെ ഉണ്ട്. അതാണ് നമ്മുടെ പൊന്നു. ഇതാ പോകുന്നു. ഇതൊക്കെ എനിക്ക് ഈസിയാണ് എന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരിയുടെ പോക്ക്. അപ്പോൾ രാജേഷ് ജി പറഞ്ഞു, സൂക്ഷിച്ചു വാ, എന്തിന്, ഇതൊന്നും പ്രശ്നമല്ല എന്നാണ് പുള്ളിക്കാരിക്ക് അതൊന്നും, ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ള ഒരു മട്ട. അതാ കയറിപ്പോകും. അവിടെ ഇരുന്നോളും. ഓക്കെ. എന്ത് പറയുന്നു ഈ സ്ഥലത്തെ പറ്റി? എന്താണ് അഭിപ്രായം? ഞാനിവിടെ കിടക്കുകയാണ്, എനിക്ക് പറയാനൊന്നും വയ്യ. നിങ്ങൾ വല്ലതും എടുക്കണമെങ്കിൽ എടുത്തോളൂ എന്നുള്ള ഒരു മട്ടിലാണ് പൊന്നുവിൻ്റെ ഇരിപ്പ്. അത് സംഗതി അങ്ങനെയാണ്. നിൻ്റെ കൂടെ ഞാൻ ഇത് എടുത്തോണ്ടിരിക്കുന്നു. ഗംഭീരമായ കാഴ്ചയാണ്, അതിഗംഭീരമായ കാഴ്ച. ഒന്നും പറയാനില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. സത്യം പറഞ്ഞാൽ ഇത്ര മനോഹരമായ സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഇതൊക്കെ ശരിക്ക് വിദേശ രാജ്യങ്ങളിൽ കൊച്ചു നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മളത് എടുത്തില്ലെങ്കിൽ മോശം. കണ്ട, അത്യുഗ്രൻ. ഇതൊക്കെ വല്ല വിദേശ രാജ്യങ്ങളും ആയിരുന്നെങ്കിൽ ഇവിടെ റോപ്പ് വേയും എന്തെല്ലാം സാധനങ്ങൾ അവർ കൊണ്ടുവരുമായിരുന്നു. പിന്നെ നമുക്ക് ടൂറിസം, ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗി ഉണ്ട് എങ്കിലും അതിനെ പിന്നെ അത് പാറ പൊട്ടിക്കാനുള്ള സംവിധാനം പറ്റുമോ നോക്കി. അതാണ് സംഭവം. ഗ്രില്ല് വയ്ക്കുന്നതിന് വേണ്ടി, അപകടം ഒഴിവാകാൻ വേണ്ടി ചില വികൃതി പിള്ളേർ വന്ന്
വികൃതി കാണിക്കാതിരിക്കാൻ വേണ്ടി അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പുറയിലോട്ട് നോക്ക്. ആ അവിടെ അങ്ങോട്ട് സൂര്യൻ്റെ പ്രകാശം മക്കളെ നേരെ കിട്ടൂല. അത് കണ്ടോ? അത് നേരെ കിട്ടത്തില്ല. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. കണ്ടോ? അതുണ്ടോ? കണ്ടോ? അതിഗംഭീരമായ അത്യുഗ്രൻ കാഴ്ച. ഓക്കെ ഓക്കെ. അപ്പോൾ പൊന്നു പറയുന്നത് ഇവിടെ കാട്ടുകോഴി മാത്രമല്ല സിംഹം വരെ കാണാൻ സാധ്യത ഉണ്ടെന്നാണ്. ഒരു കടുവ കാണും. സിംഹം കടുവ കാണും. സിംഹവും കടുവയൊക്കെ ഇവിടെ ഉണ്ടോ? രാത്രിയാകുമ്പോ എത്രയാണ്? ഒന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അതങ്ങ് വിശ്വസിക്കുന്നു എന്ന് മാത്രം. ആ ആ അത് തന്നെ. ആ രാജേഷ് സാറ് അവിടെ നിൽക്കുന്നു. അല്ല കുഴപ്പമില്ല. അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇത് സംസാരിക്കാ? മതി മക്കളെ, നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഒന്നും സംസാരിക്കാം.